അക്ഷരാർത്ഥത്തിൽ ഒരു ആവേശക്കാഴ്ചയാണ് മധുരയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നിരവധി ജനങ്ങൾ എത്തിയിട്ടുണ്ട്. 3 ലക്ഷത്തോളം പ്രവർത്തകർ അണിനിരക്കുമാണ് എന്നുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ കൂടുതൽ ജനസാഗരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ അവിടെ സമ്മേളന വേദിയിലേക്ക് എം.എ. ബേബി എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? അതിഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് പുതിയ പാർട്ടി ജനറൽ സെക്രട്ടറി എം.എ. ബേബിക്ക് ഇപ്പോൾ ആ സമ്മേളന വേദിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ സംസാരിക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെ വിഷയങ്ങളടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എംപിആർ വിഷയമായാലും വിഷയമായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എം.എ. ബേബി അവിടേക്ക് എത്തുന്നത്. എന്തായാലും ഇന്ന് 1-ാം തീയതിയാണ് പാർട്ടി സമ്മേളനത്തിന് പാർട്ടി കോൺഗ്രസിന് 1-ാം തീയതി വൈകിട്ടോടുകൂടി തുടക്കമാവുന്നു. 2-ാം തീയതി രാവിലെ പതാക ഉയരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് ചിട്ടയായിട്ടുള്ള ഒരു സമ്മേളനം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് CPM-ന് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. തമിഴ്നാട് ഘടകത്തിന്റെ ഏറ്റവും ഒരു വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. രാഷ്ട്രീയപരമായും നയപരമായും സംഘടനാപരമായും ഒക്കെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ CPM രാജ്യത്ത് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് എം.എ. ബേബി കേരളത്തിൽ നിന്ന് 2ാമതായി ഒരു ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത്. നേരത്തെ അദ്ദേഹത്തിന് മുമ്പ് എത്തിയിട്ടുള്ള വ്യക്തി EMS ആണ്, EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന് ശേഷം EMS-ന് ശേഷമാണ് ഇപ്പോൾ എം.എ. ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇവിടെ ഒരു ഭരണമുള്ളത്. ബാക്കി ഒരു കാലത്ത് CPM-ന്റെ കോട്ട എന്ന് അറിയപ്പെട്ടിരുന്ന പശ്ചിമ ബംഗാളായാലും പിന്നീട് ത്രിപുരയായാലും ആ സ്ഥലങ്ങളിലൊന്നും തന്നെ പാർട്ടിയുടെ പ്രവർത്തനം വളരെ സജീവമായിട്ടില്ല. അവിടെയൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം. ഒപ്പം തന്നെ എം.എ. ബേബിക്ക് മുന്നിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ കടമ്പ എന്നത് ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ആയ ശേഷം അദ്ദേഹം നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. കേരള ഘടകത്തിന്റെ വലിയൊരു പിന്തുണ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കാൻ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ വൈകിട്ട് തന്നെ എം.എ. ബേബിയുടെ പേര് ഏകദേശ ധാരണയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അത് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തി. ഇന്ന് രാവിലെ 9:30 പോൾ ബ്യൂറോ യോഗം ചേർന്ന് എം.എ. ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അക്കാര്യം കേന്ദ്ര കമ്മിറ്റിയിലും റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടിയാണ് എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് വാർത്ത നൽകുകയും ചെയ്തത്. ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഒരു ചിട്ടയായ ഒരു കൃത്യമായ ഒരു എഴുതി തയ്യാറാക്കിയ ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഓരോ സമയത്തും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള കാര്യം ചിട്ടയായി എഴുതി തയ്യാറാക്കിയ ഒരു സമ്മേളനമായിരുന്നു ഇത്. പക്ഷേ 1 മണിയോടുകൂടിയാണ് ആ സമ്മേളനത്തിൽ ഒരു മത്സരത്തിലേക്ക് കാര്യം പോയത്. ആദ്യം ഉത്തർപ്രദേശിലെ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രതിഷേധവുമായി എത്തിയത്. ഉത്തർപ്രദേശിലെ സംസ്ഥാന സെക്രട്ടറി തന്റെ പേര് കേന്ദ്ര കമ്മിറ്റിയിലില്ല, താൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാൻ യോഗ്യനാണ് എന്ന് പ്രതിഷേധത്തോടു കൂടി കാര്യങ്ങൾ പറയുകയായിരുന്നു. ആ സമയത്ത് പ്രസിഡിയം ഇടപെട്ടു. പ്രസിഡിയം കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അതായത് മുൻ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. അവിടുത്തെ ഒരു പാർട്ടിയുടെ അംഗബലം അനുസരിച്ച് മറ്റൊരാളെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറയുകയും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു പ്രതിഷേധം ഉയരുന്നത്. പ്രതിഷേധം മത്സരിക്കാൻ തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് ഒരു 2.5 മണിക്കൂറോളം വലിയ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായത്. ഒരു 2.5 മണിക്കൂർ വോട്ടെടുപ്പിലേക്കും പിന്നെ വോട്ടെണ്ണലിലേക്കൊക്കെ തന്നെ പോയി. 731 പേരാണ് വോട്ട് ചെയ്യേണ്ട പദ്ധതികളുണ്ടായിരുന്നത്. അതിൽ സാധുവായ വോട്ടുകൾ 692 ആയിരുന്നു. അതിൽ 31 വോട്ട് മാത്രമാണ് മത്സരിക്കാനായി എത്തിയ പദ്ധതിക്ക് ലഭിച്ചത്. അതോടുകൂടി അത് ഏതാണ്ട് 95% ആൾക്കാരും പാർട്ടി നയത്തെ അംഗീകരിക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. പിന്നീട് എം.എ. ബേബി ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങുണ്ടായി. പിന്നീട് പല നേതാക്കന്മാരും പടിയിറങ്ങിയ പല നേതാക്കന്മാരുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് പ്രകാശ് കാരാട്ടും ബുദ്ധ കാരാട്ടുമാണ് ദമ്പതിമാരാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഒരു കാരണവശാലും ഞങ്ങൾ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല, പകരം ഞങ്ങൾ വേദിയിൽ നിന്ന് മാറുന്നു. ഞങ്ങൾ എല്ലാ കാലവും മരിക്കുന്നിടം വരെ പാർട്ടി പ്രവർത്തകരായിരിക്കും. ഒപ്പം തന്നെ പാർട്ടി എന്ത് പറയുന്ന പാർട്ടിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം. കോൺഗ്രസിന് മധുരയിൽ കൊടിയിറങ്ങുകയാണ്.